പൗലോസ് പറയുന്നു, റോമിലെ സഭയുടെ വിശ്വാസം മുഴുവൻ ലോകത്തും പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന്. പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് റോമൻ സാമ്രാജ്യം ലോകം മുഴുവൻ ഭരിച്ചിരുന്ന മഹാശക്തിയായിരുന്നു. അവിടെ രാജാവായിരുന്ന റോമൻ ചക്രവർത്തിയെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമല്ല, ദൈവത്തോട് തുല്യനായി പോലും ആദരിച്ചിരുന്നു. അവർ ചക്രവർത്തിയെ പ്രഭു എന്ന് വിളിക്കായിരുന്നു. ദൈനംദിന ധ്യാനം. ആദ്യം നിങ്ങളെ വിശ്വാസം മുഴുവൻ ലോകത്തും പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിലൂടെ എന്റെ ദൈവത്തോട് നിങ്ങളെക്കുറിച്ച് നന്ദി പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ കത്ത് 1-ാം അധ്യായം 8-ാം വാക്യം. ഇവിടെ പൗലോസ് പറയുന്നു, റോമിലെ സഭയുടെ വിശ്വാസം മുഴുവൻ ലോകത്തും പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന്. പൗലോസ് ജീവിച്ചിരുന്ന കാലത്ത് റോമൻ സാമ്രാജ്യം ലോകം മുഴുവൻ ഭരിച്ചിരുന്ന മഹാശക്തിയായിരുന്നു. അവിടെ റോമൻ ചക്രവർത്തിയെ ഒരു സാധാരണ മനുഷ്യനായി മാത്രമല്ല, ദൈവത്തോട് തുല്യനായി പോലും ആദരിച്ചിരുന്നു. അവര് ചക്രവർത്തിയെ പ്രഭുവിന് വിളിക്കുമായിരുന്നു. ചക്രവർത്തിയെ പ്രഭുവായി അംഗീകരിക്കാത്തവരെ തടവിലാക്കുകയും കഠിനമായി പീഡിപ്പിക്കുകയും ചിലപ്പോഴോ മരണത്തിന് ഏൽപ്പിക്കുകയുമായിരുന്നു. എന്നാൽ റോമിലെ സഭാംഗങ്ങൾ രാജാവിനെ പ്രഭുവായി പ്രഖ്യാപിച്ചില്ല. അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു, പീഡനങ്ങൾ സഹിച്ചു. അതിനാൽ അവരുടെ വിശ്വാസം എല്ലാവർക്കും അറിയപ്പെടുകയായിരുന്നു. നമ്മുടെ വിശ്വാസം മറ്റാർക്കെങ്കിലും സാക്ഷ്യമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മിൽ അകത്തു തന്നെ ഉറങ്ങിക്കിടക്കുകയോ എന്നത് നാം ആലോചിക്കണം. ദാനിയേലിന്റെ വിശ്വാസം രാജാവ് ദാര്യാവേശിന് രാജമാകമാനമുള്ള എല്ലാവരും ദാനിയേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിച്ചു. രാജാവ് ദാര്യാവേശ് ഭരിച്ചിരുന്നപ്പോൾ രാജാവ് ദാനിയേലിനെ മുഴുവൻ രാജ്യത്തെയും മേൽനോട്ടം വഹിക്കാൻ നിയമിക്കാൻ ഉദ്ദേശിച്ചു. ഇതിഷ്ടപ്പെടാത്ത പ്രഭുക്കളും ഭരണാധികാരികളും ദാനിയേലിനെ ദൈവവുമായി ബന്ധപ്പെട്ട അവന്റെ മതകാര്യങ്ങളിൽ കുറ്റം ചുമത്താൻ ഗൂഢാലോചന നടത്തി. അതിനുശേഷം രാജാവിനൊരു ഉത്തരവ് ഒപ്പിടാൻ അവർ നിർബന്ധിച്ചു. അതിൽ പറയുന്നത്, രാജാവിനെ ഒഴികെ മറ്റേതെങ്കിലും ദൈവത്തെയോ മനുഷ്യനെയോ 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും കാര്യം അപേക്ഷിക്കുന്നവനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിഞ്ഞുകളയണമെന്നായിരുന്നു. ഇപ്പോ ആ എഴുത്ത് ഒപ്പിട്ടതായി ദാനിയേൽ അറിഞ്ഞപ്പോ അവൻ വീട്ടിലേക്ക് പോയി യെരൂശലേമിനെ നോക്കി ജനാല തുറന്നിരുന്ന തന്റെ മുകളിലത്തെ മുറിയിൽ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും തന്റെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തു. ഇത് അവന്റെ ബാല്യകാലം മുതൽ പതിവായിരുന്നു. അതിനാൽ ദാര്യാവേശ് രാജാവിന്റെ ആജ്ഞപ്രകാരം അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിഞ്ഞു. ദൈവം തന്റെ ദൂതനെ അയച്ചു, സിംഹങ്ങളുടെ വായടച്ചു. അതിനാൽ സിംഹങ്ങൾ ദാനിയേലിനെ യാതൊരു വിധത്തിലും ഹാനിക്കില്ലായിരുന്നു. ദാനിയേലിന്റെ ദൈവത്തിൽ ദാനിയേൽ കാണിച്ച വിശ്വാസം കണ്ട ദാര്യാവേശ് രാജാവ് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ എല്ലാ ഭൂപ്രദേശങ്ങളിലും മനുഷ്യർ ദാനിയേലിന്റെ ദൈവത്തിന് മുമ്പിൽ വിറച്ച് ഭയപ്പെടണമെന്ന് ഞാനൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അവൻ ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, എന്നേക്കുമായി സ്ഥിരനാണ്. അവന്റെ രാജ്യം നശിക്കില്ല. അവന്റെ ആധിപത്യം അവസാനത്തോളം നിലനിൽക്കും. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹങ്ങളുടെ ശക്തിയിൽ നിന്ന് രക്ഷിച്ചു. ദാനിയേൽ ചാപ്റ്റർ 6 വേഴ്സ് 26-27. മക്കിദോണിയയിലും അഖായയിലുമുള്ള വിശ്വസിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി കാരണമാകുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിന്റെ വചനം മക്കിദോണിയയിലും അഖായയിലും മാത്രമല്ല എല്ലായിടത്തും പ്രസരിപ്പിച്ചു. ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം എല്ലായിടത്തും പരന്നുപോയിരിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഒന്നും പറയേണ്ടതില്ല. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7-8 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ. ആമേൻ.